നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷങ്ങൾ ദൈവം നമുക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതം നിറമില്ലാത്തതുപോലെ, രുചിയില്ലാത്തതുപോലെ, ഗുണമില്ലാത്തതുപോലെ, ഫലമില്ലാത്ത പ്രയത്നങ്ങളായിരിക്കാം, വിലയില്ലാത്തതുപോലെ തോന്നുന്ന അനുഭവങ്ങളായിരിക്കാം. പക്ഷേ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞായതുപോലെ ഇന്നും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനുള്ള ശക്തിയുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജീവിതം വെള്ളം പോലെയാണ്. അതിന് നിറമില്ല, പ്രത്യേക രുചിയൊന്നുമില്ല, വില കൂടിയൊരു പാനീയവുമല്ല. എല്ലാവർക്കും സാധാരണമായ ഒന്നാണ്. പലരും ഇന്നിങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിന് എന്താണ് പ്രത്യേകത? എൻ്റെ കഴിവ് ആരും കാണുന്നില്ല. എൻ്റെ പരിശ്രമത്തിന് ഫലം കാണുന്നില്ല. ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾക്ക് വ്യത്യാസം കാണുന്നില്ല. ഇങ്ങനെയാണോ നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയെങ്കിൽ കാനായിലെ അത്ഭുതം ദൈവം നമ്മോട് പറയുന്ന ഒരു സന്ദേശമാണ്. യേശുവിൻ്റെ കൈകളിലെത്തിയ വെള്ളം പഴയതുപോലെ തുടർന്നില്ല. ആ ദാസന്മാർ ഭരണികളിൽ വെള്ളം നിറച്ചു. അവർക്ക് അത് വെള്ളമാണെന്ന് അറിയാമായിരുന്നു. അവർ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക മാത്രമായിരുന്നു ചെയ്തത്. എപ്പോഴാണ് ആ പച്ചവെള്ളം വീഞ്ഞായി തീർന്നത് എന്ന് ബൈബിൾ പറയുന്നില്ല. കാരണം ദൈവം പലപ്പോഴും നിശബ്ദമായി പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് കാണാൻ കഴിയാത്തൊരു മാറ്റം ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ വിരുന്നുവാഴിയുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്: എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും പിന്നീട് ഇളപ്പമായതും കൊടുക്കാറുണ്ട്. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. എന്തൊരു അത്ഭുതകരമായ ഒരു പ്രഖ്യാപനമാണത്. ലോകത്തിൻ്റെ രീതി ആദ്യം നല്ലത്, പിന്നീട് മോശമായത്. ആദ്യം വളരെ ആവേശം, പിന്നീട് നിരാശ. ആദ്യം വിജയം, പിന്നെ പരാജയം. പക്ഷേ ദൈവത്തിൻ്റെ നീതി വ്യത്യസ്തമാണ്. ദൈവം എപ്പോഴും ഏറ്റവും നല്ലത് അവസാനം വരെ സൂക്ഷിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതം നിറമില്ലാത്തതുപോലെ, ഗുണമില്ലാത്തതുപോലെ, ഫലമില്ലാത്തതുപോലെ ആയിരിക്കാം. ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം. ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കാം. വർഷങ്ങളായിട്ടുള്ള പരിശ്രമം ഒന്നും ഫലപ്രദമായി തീരണമെന്നില്ല. പ്രതീക്ഷകളൊക്കെ ഇല്ലാതെയാകുമ്പോൾ, ഇനിയും ഈ സാഹചര്യങ്ങളൊന്നും മാറില്ല എന്ന് കരുതുമ്പോൾ, മറിച്ച് ദൈവം നിങ്ങളെ കാണുന്നത് നിങ്ങൾ ആരായിത്തീരാൻ പോകുന്നു എന്ന രൂപത്തിലാണ്. ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ദൈവവാഗ്ദത്തം ഇങ്ങനെയാണ്: നിങ്ങൾക്കായുള്ള എൻ്റെ നിരൂപണങ്ങൾ എനിക്ക് നന്നായി അറിയാം. അവയൊരിക്കലും അനർത്ഥത്തിനല്ല. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശുഭഭാവിക്ക് വേണ്ടിയുള്ള നിരൂപണങ്ങളാണ്. ഇതൊരു വാഗ്ദത്തമാണ്. ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ ലജ്ജിപ്പിക്കുവാനല്ല, നിങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവമഹത്വം വെളിപ്പെടുത്തുകയാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098802221957 എന്ന നമ്പർ ഉപയോഗിക്കുക.